പലസ്തീൻ അനുകൂല പ്രവർത്തനങ്ങളുടെ പേരിൽ ഇന്ത്യൻ വിദ്യാർത്ഥിയെ 2026 വരെ സസ്പെൻഡ് ചെയ്ത മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ സഹപ്രവർത്തകൻ കൂടിയായ പ്രഹ്ലാദ് അയ്യങ്കാറിനെ 2026 ജനുവരി വരെ സസ്പെൻഡ് ചെയ്തതായി MIT കോയാലിഷൻ അഗൈൻസ്റ്റ് അപ്പാർട്ടൈഡ് എന്ന ഗ്രൂപ്പാണ് സമൂഹ മാധ്യമത്തിൽ കൂടെ അറിയിച്ചത്. ഈ സസ്പെൻഷനോടുകൂടി പ്രഹ്ലാദ് അയ്യങ്കാറിന് തന്റെ 5 വർഷത്തെ NSF ഫെലോഷിപ്പ് നഷ്ടമായിരിക്കുകയാണ്. കൂടാതെ ഇത് പ്രഹ്ലാദിന്റെ അക്കാദമിക് ജീവിതത്തെ തന്നെ സാരമായി ബാധിക്കും എന്നാണ് കരുതപ്പെടുന്നത്. ഓൺ പെസിഫിസം എന്ന ലേഖനത്തിൽ പ്രഹ്ലാദ് ഉപയോഗിച്ച ചിത്രങ്ങളും ഭാഷയും MIT ക്യാമ്പസിൽ കൂടുതൽ ആക്രമണപരമോ വിനാശകരമോ ആയ പ്രതിഷേധങ്ങൾ നടത്താനുള്ള ആഹ്വാനമായി വ്യാഖ്യാനിക്കാവുന്നതാണ്. MIT ഡീൻ ഓഫ് സ്റ്റുഡന്റ് ലൈഫ് ഡേവിഡ് വാറൻ റാൻഡൽ മാസികയുടെ എഡിറ്റർമാർക്ക് അയച്ച ഇമെയിലിൽ ഇത് വ്യക്തമാക്കിയിരിക്കുന്നു. 2023 പലസ്തീൻ അനുകൂല റാലികളിൽ പങ്കെടുത്തതിന് അദ്ദേഹത്തെ നേരത്തെയും സസ്പെൻഡ് ചെയ്തിരുന്നു. പ്രഹ്ലാദ് അയ്യങ്കാർ എന്ന ഈ ഇന്ത്യക്കാരനായ യുവാവ് പൂണൂല് ധരിച്ച് നടന്ന് ആ രീതിയിൽ ജീവിച്ചു പോന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. എന്താണ് ഈ ചെറുപ്പക്കാരന് സംഭവിച്ചത് എന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവർക്കാർക്കും മനസ്സിലാകുന്നില്ല. വളരെ പെട്ടെന്നായിരുന്നു പ്രഹ്ലാദിൻ്റെ ഈ ഒരു മാറ്റം എന്നാണ് പലരും പ്രഹ്ലാദിനെ അടുത്തറിയുന്നവർ പറയുന്നത്. റിട്ടൺ റെവല്യൂഷൻ എന്ന വിദ്യാർത്ഥി മാഗസിനിൽ പ്രഹ്ലാദ് എഴുതിയ ഒരു പ്രബന്ധമാണ് ഈ നടപടിക്ക് കാരണമായിരിക്കുന്നത്. ഈ പ്രബന്ധം ആക്രമണത്തിന് ആഹ്വാനം ചെയ്യുന്നു എന്നാണ് ആരോപണം. സർവകലാശാല മാഗസിൻ തന്നെ ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ്. ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ PhD ചെയ്യുന്ന വിദ്യാർത്ഥിയാണ് പ്രഹ്ലാദ്. പ്രഹ്ലാദിന്റെ റിസർച്ച് ഫെലോഷിപ്പും റദ്ദാക്കിയിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ തനിക്കെതിരെ തീവ്രവാദ കുറ്റം ചുമത്തി നടപടിയെടുക്കാൻ കാരണം പ്രബന്ധത്തിലെ ചിത്രങ്ങളാണ് എന്നും അത് താൻ അറിഞ്ഞു കൊടുത്തതല്ല എന്നാണ് പ്രഹ്ലാദ് പറയുന്നത്. കോളേജ് ഭരണകൂടം താൻ തീവ്രവാദത്തെ അനുകൂലിക്കുന്നു എന്നാണ് പറയുന്നത് എന്നും പ്രഹ്ലാദ് പറയുന്നു. പ്രഹ്ലാദിന്റെ അഭിഭാഷകൻ ഷെയർ ചെയ്ത എക്സ് പോസ്റ്റിലും ഇത് വ്യക്തമാക്കാൻ വളരെയധികം ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഒരു പലസ്തീൻ വിഷയം ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയുടെ ജീവിതം ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ പോകുന്നത്. എന്തൊക്കെയായാലും ശരി, ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും ശരി, ഒരു വിദ്യാർത്ഥിയായാലും ശരി, മറ്റേത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരായാലും ശരി, ഇത്തരം തീവ്രവാദ അനുകൂല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകരുത് എന്നതിൻ്റെ സൂചന തന്നെയാണ് ഈ ഒരു നിലപാടും അല്ലെങ്കിൽ ഈ ഒരു നടപടിയും സൂചിപ്പിക്കുന്നത്. അതേസമയം അമേരിക്കൻ ക്യാമ്പസുകളിൽ അഭിപ്രായ സ്വാതന്ത്ര്യം നഷ്ടമാവുകയാണ് എന്നാണ് പ്രഹ്ലാദ് ആരോപിക്കുന്നത്. സർവകലാശാല തനിക്കെതിരെ സ്വീകരിച്ചത് വിചിത്ര നടപടിയാണ്. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും ഇതിനെക്കുറിച്ചും ജാഗരൂകരാകണമെന്നാണ് പ്രഹ്ലാദ് പറയുന്നത്. അവകാശങ്ങളുടെ ലംഘനമാണ് ഈ നടപടി എന്നാണ് പ്രഹ്ലാദിന്റെ പ്രതികരണം. 2ാം തവണയാണ് പ്രഹ്ലാദ് സസ്പെൻഷൻ നേരിടുന്നത്. കഴിഞ്ഞ വർഷം പലസ്തീൻ അനുകൂല പ്രകടനം നടത്തിയതിന് പ്രഹ്ലാദ് സസ്പെൻഷൻ നേരിട്ടിരുന്നു. ശാന്തിയും സമാധാനത്തെക്കുറിച്ചുമായിരുന്നു പ്രഹ്ലാദിന്റെ പ്രബന്ധം എന്ന് അഭിപ്രായപ്പെട്ട സർവകലാശാല കോalition മുന്നോട്ട് വന്നിരുന്നു. പ്രഹ്ലാദിനെ സസ്പെൻഡ് ചെയ്തത് വിവേചനമാണ് എന്നാണ് കോalition അഭിപ്രായപ്പെടുന്നത്. പ്രബന്ധത്തിൽ ഉപയോഗിച്ച ചിത്രങ്ങളിൽ പലസ്തീൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പലസ്തീന്റെ ലോഗോ ഉണ്ടായിരുന്നുവെന്നും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ രേഖകൾ പ്രകാരം ഈ പാർട്ടി ഭീകരവാദ സംഘടനയാണ് എന്നും സർവകലാശാല പറയുന്നു. അതേസമയം പ്രഹ്ലാദിനെതിരെ സർവകലാശാല നടപടിയെടുത്തതിന് പിന്നാലെ അമേരിക്കൻ സർവകലാശാലകളിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. പ്രഹ്ലാദിന്റെ സസ്പെൻഷൻ പിൻവലിച്ച് തിരിച്ചെടുക്കണമെന്നും സർവകലാശാല ചാൻസലർക്കെതിരെ നടപടി എടുക്കണമെന്നുമാണ് പ്രതിഷേധക്കാർ ആവശ്യം ഉന്നയിക്കുന്നത്. 2020 വരെ ഒരു സാധാരണ വിദ്യാർത്ഥിയായിരുന്നു പ്രഹ്ലാദ്. 2019 യൂറോപ്പിലുടനീളം സുഹൃത്തുക്കൾക്കൊപ്പം യാത്ര ചെയ്യുന്ന ഫോട്ടോകൾ യുവാവ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉപനയനം നടത്തി പൂണൂൽ ധരിച്ച് നടന്നിരുന്ന പ്രഹ്ലാദിന്റെ പെട്ടെന്നുള്ള മാറ്റം സഹവിദ്യാർത്ഥികൾ വിശ്വസിക്കാൻ പോലും ആകുന്നില്ല. തനിക്കെതിരെ തീവ്രവാദ കുറ്റം ചുമത്തി നടപടിയെടുക്കാൻ കാരണം ലേഖനത്തിലെ ചിത്രങ്ങളാണ് എന്നാണ് പ്രഹ്ലാദ് അയ്യങ്കാർ പറയുന്നത്. ഈ ചിത്രങ്ങൾ താൻ നൽകിയതല്ല എന്നും പ്രഹ്ലാദ് വിശദീകരിക്കുന്നു. എന്തൊക്കെയായാലും ഒരു വിദ്യാർത്ഥി സമൂഹത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി, അതും ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്ത് പോകുമ്പോൾ തൻ്റെ ഭാവിയെക്കുറിച്ച് ഒരു നിമിഷമെങ്കിലും ആലോചിക്കണമായിരുന്നു എന്ന് തന്നെയാണ് ഇതിനെക്കുറിച്ച് പൊതുസമൂഹത്തിൽ ഉയരുന്ന അഭിപ്രായങ്ങൾ. പിന്നെ പ്രഹ്ലാദ് ജീവിച്ചിരുന്ന ആ ഒരു സംസ്കാരത്തിൽ നിന്ന് വിട്ട് പ്രഹ്ലാദിനെ ഈ ഒരു രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്നതും വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ് എന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. പ്രഹ്ലാദിന് എന്തായാലും ഈ അച്ചടക്ക നടപടിയുടെ പേരിൽ തന്റെ ഭാവി തന്നെയാണ് നഷ്ടമായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.